വരും. ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളാണ് ബോംബെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞത് CPM സൂക്ഷിക്കണം, BJP കാളയെ അടിച്ചുവിടരുത്, കാളയെ സൂക്ഷിക്കണം. ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. ജയിലിൽ കടന്നിട്ടുണ്ട്. ഒരു മാസം കാലം ഒഴിവിലുമായി. നിങ്ങൾക്ക് അതൊന്നും അത് അങ്ങനത്തെ കേസല്ല. ഇനി അതിലൊരു ചർച്ചയില്ല. അഴിമതി ആരോപണത്തെ കുറിച്ച് പറഞ്ഞു. അതിന്റെ വിധി കുറച്ച് പുറത്തു വരട്ടെ. കലമ്പൂല്ല എന്നൊന്നും കോടതി പറഞ്ഞു. കലമ്പൂല്ല. ഇപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി തുടർച്ചയായിട്ട് ഒരു കേസ് എന്റർടൈൻ ചെയ്യുന്നു, ഒരു കേസും പരിശോധിക്കുന്നില്ല. അത് കോടതിയുടെ പുതിയ ഇതാ. അതുകൊണ്ട് ഇത് ഇല്ലാതാവില്ലല്ലോ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് ക്യാമറയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്. അല്ലല്ല, അത് വിധി വന്നിട്ടില്ലല്ലോ, പുറത്തു വന്നിട്ടില്ല. പരാമർശം മാത്രമേ വന്നിട്ടുള്ളൂ. വിശദാംശങ്ങൾ വരുന്നത്. ഞാൻ മുഖ്യമന്ത്രിയെ പോലെ ഒളിച്ചോടുന്ന ആളല്ലല്ലോ. ഇപ്പൊ തന്നെ എത്ര ചോദ്യത്തിനായി മറുപടി വരുന്നത്. പിന്നെ അദ്ദേഹം എത്ര ചോദ്യത്തിന്റെ രാവിലെ മറുപടി പറഞ്ഞത്. അല്ല 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 പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകണ്ട. ഞാൻ പറഞ്ഞു മറ്റൊന്നുകൊണ്ടല്ല. ഈ വനിതാ MLA-മാരടക്കം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സമയം പോലും വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ശശിക്കാണെങ്കിൽ പിന്നീട് മത്സരിക്കാൻ അവസരം കൊടുത്തില്ല, പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു നടപടിയാണോ രാഹുലിനെതിരെ വന്നിരിക്കുന്നത്? അങ്ങനെയൊന്നും പുറത്തൊന്നും നിർത്തിയിട്ടില്ല. അദ്ദേഹം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഈ ആരോപണം പുറത്തുപോയത് ആരോപണം ഉന്നയിച്ച ആളാണ്. പുറത്തുപോയത് സൈഡ് ലൈനായി പോയത് ആരോപണം ഉന്നയിച്ച ആൾ. അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം വന്നയാൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്. ആ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അമിതാധികാര ശക്തിയുള്ള ആളായി അവിടെ ഇരിക്കുകയാണ്. മനസ്സിലായില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തിരക്ക് പിടിക്കണ്ട. ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും. CPM-ഉം BJP-കാരോട് ഞാൻ പറഞ്ഞു, ആ കാളെ അയച്ചുവിടല്ലേ, കാളെ കൊടുക്കല്ലേ, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടണം എന്ന് പറഞ്ഞു. ഇപ്പൊ ആവശ്യം വന്നല്ലോ, ഒരാവശ്യം വന്നല്ലോ കാളയെ കൊണ്ട്. ഒരാവശ്യം വന്നില്ലേ ഇപ്പോ കാളയെ കൊണ്ട്? കാള ഇനി ആവശ്യം വരും. കാളയായിട്ട് ഇറങ്ങിയപ്പോ ആ കാള ആവശ്യം വരിക. കാള എങ്ങോട്ടാണ് കൊണ്ടുപോകണ്ടേ എന്ന് വിചാരിച്ചാൽ മതി. അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. ഞാൻ ബോംബെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങളാണ് ബോംബെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞത് CPM സൂക്ഷിക്കണം, BJP കാളയെ അടിച്ചുവിടരുത്, കാളയെ സൂക്ഷിക്കണം. ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, അത് എല്ലാവരും വിശദീകരിക്കട്ടെ. BJP നേതൃത്വമൊക്കെ വിശദീകരിക്കട്ടെ. ഒരു ആരോപണം വന്നിരിക്കുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ചു. പക്ഷെ ആ സ്ത്രീ ആരാണ് എന്ന ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അത് ശരിയാണോ എന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. BJP നേതൃത്വം പറയട്ടെ. ഒരു സ്ത്രീയുടെ പരാതിയിന്മേൽ എന്താ അവർ ചെയ്യാൻ പോകുന്നു പറയട്ടെ. രാജീവ് ചന്ദ്രശേഖർ ഭയങ്കര പൊട്ടിത്തെറിയല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്. അപ്പൊ അദ്ദേഹം എന്താണ് നടപടി എടുക്കുന്നതെന്ന് നോക്കട്ടെ, കാണാമല്ലോ. ജയിലിൽ കടന്നിട്ടുണ്ട്. ഒരു മാസം കാലം ഒഴിവിലുമായി. നിങ്ങൾക്ക് അതൊന്നും അത് അങ്ങനത്തെ കേസല്ല. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞേക്കുന്നത് എന്താണെന്ന് കേട്ടു. നിങ്ങൾ വായിക്കും. കോടതിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു 22 ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്തു. ആ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങളൊന്ന് വായിച്ചു. അത് വിധി വായിച്ചു. അല്ല, അതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് വിശദീകരണം നൽകിയതാണ്. എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാതിരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അതിൽ ചർച്ചയില്ല, ക്ലിയറായിട്ട് പറഞ്ഞു. ഇനി അതിലൊരു ചർച്ചയില്ല. അതിന്റെ വിധി കുറച്ച് പുറത്തു വരട്ടെ. കലമ്പൂല്ല എന്നൊന്നും കോടതി പറഞ്ഞു. കലമ്പൂല്ല. ഇപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി തുടർച്ചയായിട്ട് ഒരു കേസ് എന്റർടൈൻ ചെയ്യുന്നില്ല, ഒരു കേസും പരിശോധിക്കുന്നില്ല. അത് കോടതിയുടെ പുതിയ ഇതാ. അതുകൊണ്ട് ഇത് ഇല്ലാതാവില്ലല്ലോ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്
ക്യാമറയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? പക്ഷെ തെളിവില്ല എന്നാണ് കോടതി അല്ലല്ല, അത് വിധി വന്നിട്ടില്ലല്ലോ, പുറത്തു വന്നിട്ടില്ല, പരാമർശം മാത്രമേ വന്നിട്ടുള്ളൂ. നോക്കട്ടെ, വിധി പരിശോധിക്കട്ടെ, വിധി പരിശോധിച്ചിട്ട് പറയാം. അതുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ. ഇഷ്ടമുള്ള കമ്പനിക്ക് കൊടുത്ത് ഇഷ്ടക്കാരെ വെച്ച് അത് നടത്തിയല്ലേ, എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷ നേതാവിനെ തിരിച്ചടിയല്ലേ ഹർജി തള്ളിയത്? അതെങ്ങനെയാണ് തള്ളി? അത് വരട്ടെ, വിശദാംശങ്ങൾ വരട്ടെ, ഈ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള തെളിവുകൾ വിശദാംശങ്ങൾ വരട്ടെ. നിങ്ങളെത്തിനെ തുടർന്ന് വിശദാംശങ്ങൾ വരട്ടെ. ഞാൻ മുഖ്യമന്ത്രിയെ പോലെ ഒളിച്ചോടുന്ന ആളല്ലല്ലോ. ഇപ്പൊ തന്നെ എത്ര ചോദ്യത്തിനായി മറുപടി വരുന്നത്, ഇന്ന് അദ്ദേഹം എത്ര ചോദ്യത്തിന് രാവിലെ മറുപടി പറഞ്ഞു. കൃത്യമായ അല്ല 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 പറഞ്ഞല്ലോ, കോടതി പറഞ്ഞു. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകണ്ട. ഞാൻ പറഞ്ഞു, പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രകോപിതനായത്. ഞാൻ എന്താണ് പ്രകോപിതനായത്? ഞാനെന്താ പ്രകോപിതനായത്? ഏത് തരത്തിലെ ഇതൊക്കെ പറയാൻ ആരാണ് ഈ പറഞ്ഞത്? മാധ്യമങ്ങളോട് ഞാൻ പ്രകോപിതനായ, നിങ്ങളോട് ആരുടെയും ഞാൻ ദേഷ്യപ്പെട്ടു. നിങ്ങൾ ഒരേ ചോദ്യം 3 പ്രാവശ്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ചോദിക്കരുത്, ഒരേ ചോദ്യമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ചോദിച്ചപ്പോ ഞാൻ വല്ലതും പറഞ്ഞു? ഞാൻ എല്ലാത്തിനും മറുപടി പറയല്ലേ, എല്ലാത്തിനും മറുപടി പറയല്ലേ. എന്നിട്ട് എനിക്ക് ഉപദേശം പ്രകോപിതരാവല്ലേ. നിങ്ങൾ ആരെങ്കിലും കയറി ശക്തമായ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാറില്ലേ ക്ലിയർ? അത് എനിക്ക് ഉപദേശിക്കാം, എന്നെ ഉപദേശിക്കാം. ഞാൻ നിങ്ങളോട് ആരും ദേഷ്യപ്പെടാറില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അടഞ്ഞ അധ്യായമായോ? അത് ഞങ്ങളത് ക്ലോസ് ചെയ്തല്ലോ, ഞങ്ങൾ പാർട്ടി ക്ലോസ് ചെയ്തു, ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള മുഴുവൻ വിശദീകരണം ഞങ്ങൾ നൽകി. പിന്നെ വേറെ ആരെങ്കിലും ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അതിന്റെ പുറകെ പോവുക. നിങ്ങൾ CPM-നോടല്ലേ ചോദിക്കേണ്ടത്? അവരിത് ചെയ്തില്ലേ, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കണ്ടേ? എന്ത് ചെയ്തെന്ന് ചോദിക്കണ്ടേ? അവരൊക്കെ അതാത് സ്ഥാനങ്ങളിൽ, സുപ്രധാനമായ സ്ഥാനങ്ങളിൽ, താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കട്ടെ. അതൊക്കെ ഈ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ട് അത് വേണ്ട നടപടി ചെയ്യും. ഇതിനുവേണ്ടി കേരളം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് സംബന്ധിച്ച ഹർജി കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു. അതിനെന്താ കോടതി? ഞാൻ പറഞ്ഞില്ലേ, കോടതി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന് ഇപ്പൊ പരിഗണിക്കുന്നില്ല. പണ്ട് കോടതി ഹൈക്കോടതി ഗൗരവമായി പരിഗണിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അവരത് പരിഗണിക്കുന്നില്ല. അവരത് വേറെ ബോഡിയിൽ പോകണം എന്നുള്ള ലൈനിലാണ് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്രമല്ല, ഇതുപോലത്തെ ഒരു കേസ് കൊടുത്തിട്ട് എത്ര നാളാണ് ഇത് പെൻഡിങ് കിടന്നത്? ഒരു താല്പര്യമില്ല കോടതിക്ക്, താല്പര്യമില്ല അത് പരിശോധിക്കാൻ, ഒരു താല്പര്യമില്ല കോടതിക്ക്. അല്ല, അതൊക്കെ നോക്കിയാൽ മതി. നല്ല ഫയലാണ്, അത് നോക്കിയാൽ മതി, വായിച്ചാലല്ല. അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. അത് നല്ല തെളിവുകളാണ്, എല്ലാ എവിഡൻസും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഓരോ കോടതിയുടെ പ്രശ്നമല്ലേ, ഒന്നും അവസാന വാക്കല്ലല്ലോ. വായിച്ചു നോക്കി കാണത്തില്ല മുഴുവൻ. ചോദിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഈ വനിതാ MLA-മാരടക്കം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സമയം പോലും വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ?